ഗുഡ് മോർണിംഗ്. അപ്പോൾ എൻ്റെ ഒരു രാവിലത്തെ ദിവസം ദാ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണേ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നാരങ്ങാ വെള്ളം തണുത്ത വെള്ളത്തിൽ കുടിക്കും. ശരിക്കും ലെമൺ അസിഡിറ്റി ആണ് വെറും വയറ്റിൽ കുടിച്ചിട്ടുണ്ടെങ്കിൽ. പക്ഷേ എനിക്ക് ഈ വോമിറ്റിംഗ് ഉള്ളതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് ഇത് കുടിക്കുമ്പോൾ ഒരു എനർജി ഫീൽ കിട്ടുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് കുറച്ച് നാളായിട്ട് ഞാനിങ്ങനെ ട്രൈ ചെയ്യുന്നതാണ്. എനിക്ക് ഷുഗറും കുറവാണ്, അപ്പോൾ ഞാൻ മധുരമൊക്കെ ഇട്ട് എന്നോട് ഇടയ്ക്ക് ഇങ്ങനെ ഇച്ചിരി മധുരം കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പഞ്ചസാര ഇട്ടാണ് ഇത് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ഇത് കുടിക്കും. പിന്നെ അതിന് ശേഷം ബാക്കി കുക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും കേട്ടോ. ഇന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഇടിയപ്പം വാങ്ങിച്ച് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അപ്പോൾ അതൊന്ന് ആവി കയറ്റി എടുക്കും. പിന്നെ മുട്ട കറിയും വെച്ചു കേട്ടോ. മുട്ട കറി എളുപ്പത്തിൽ വെക്കാനായിട്ട് ഈ തക്കാളിയും സബോളയൊക്കെ കൂടി എനിക്കൊരു കുഞ്ഞി കുക്കറുണ്ട്, തീരെ കുഞ്ഞി കുക്കർ, അതിനകത്തിട്ടൊന്ന് വിസിലടിച്ചെടുക്കും കേട്ടോ. ശരിക്കും ഒരു നാരങ്ങ ഫുള്ള് വേണം നല്ലൊരു നീര് കിട്ടണമെന്നുണ്ടെങ്കിൽ. ഈ മിനറൽ വാട്ടറാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ രാത്രി ഒരു വെളുപ്പിനായപ്പോൾ തൊട്ട് ഭയങ്കരമായിട്ടുള്ള ഇടിമിന്നലും മഴയായിരുന്നു. വലിയൊരു ഇടിമിന്നൽ കേട്ടാണ് ഞാൻ ചാടി എണീറ്റത് കേട്ടോ. പിന്നെ വേഗം ഫ്രിഡ്ജൊക്കെ ഓഫ് ആക്കിയിട്ടു. അപ്പോൾ ഇന്നലെ ഇവിടെ എന്നെ ഹെൽപ്പ് ചെയ്യാണ്ട് എനിക്കൊരു അമ്മച്ചി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വന്നപ്പോൾ ചവിട്ടികളൊക്കെ ഇങ്ങനെ കഴുകിയിട്ടു. അപ്പോൾ അതെല്ലാം നനഞ്ഞു. നമുക്കിവിടെ അപ്പാർട്ട്മെൻറ്റ് ആയതുകൊണ്ട് അയൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വിരിച്ചിടുന്നത് കേട്ടോ. അപ്പോൾ കുറേ പഴയ ചവിട്ടികൾ അതും ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചിലത് പുതിയതും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊന്ന് ഉണങ്ങാനായിട്ട് ഇങ്ങനെ വെയിലുള്ള ഭാഗത്ത് ഇങ്ങനെ വിരിച്ചിടാമെന്ന് വിചാരിച്ചു. നല്ല രീതിയിൽ ക്ലീനാക്കി എനിക്ക് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടാണ് പോയത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വിളിക്കാറുണ്ട്. കാരണം എനിക്ക് ഇനിയിപ്പോൾ റെസ്റ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ കുക്കിംഗ് ആണെങ്കിലും ചെയ്യും, പക്ഷേ കുക്കിംഗ് ഞാൻ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. ഇന്നലെ അത്യാവശ്യം നല്ല രീതിയിൽ ക്ലീനിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു ചെയ്യാനായിട്ട്. അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഒരു സമാധാനമുണ്ട് കേട്ടോ. ഇതിൻ്റെ വിളക്ക് കത്തിക്കുന്ന ഏരിയയാണ്. അപ്പോൾ എനിക്ക് വേണ്ടതൊക്കെ അമ്മച്ചി വന്ന് ചെയ്ത് തന്നിട്ടാണ് എനിക്ക് പോയത് കേട്ടോ. ഒരു സമാധാനമുണ്ട് എനിക്ക് അതുകൊണ്ട് നല്ല രീതിയിൽ. അപ്പോൾ ഞാൻ 2 മുട്ട എടുത്തിട്ട് മുടിയിലൊന്ന് പാക്ക് ഇടാമെന്ന് വിചാരിച്ചു. ഞാൻ മുടിയിൽ എണ്ണയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ അമ്മച്ചി വന്നതുകൊണ്ട് തന്നെ ഞാൻ നല്ല രീതിയിൽ റിലാക്സ്ഡ് ആയിരുന്നു. എനിക്ക് എൻ്റെ നല്ല രീതിയിൽ റെസ്റ്റ് എടുക്കാൻ പറ്റി. എനിക്കൊന്ന് വേദനയുള്ളിടത്തൊക്കെ ഒരു കുഴമ്പ് തേച്ച് പിടിക്കാനും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റി കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ നേരത്തെ എഴുന്നേറ്റ്. ഈ മഴയും ബഹളമൊക്കെ കാരണം ശരിക്കും ഉറങ്ങാൻ പറ്റിയില്ല. ഭയങ്കര മഴയായിരുന്നു കേട്ടോ. ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ നന്നായിട്ട് എണ്ണ വെച്ചിട്ടാണ് ഇന്നലെ കിടന്നത് കേട്ടോ. ഉറക്കം കിട്ടാൻ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഉറക്കം തീരെ കുറവാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ കുറേ കഴിഞ്ഞിട്ട് മുട്ട നല്ല തണുത്തിരിക്കുക ഫ്രിഡ്ജിൽ വെച്ചതായതുകൊണ്ട്. അപ്പോൾ തണുത്തിട്ട് വേണം അതിൻ്റെ വെള്ളം തേക്കാനായിട്ട്. ഇതുകൊണ്ട് മുട്ടക്കറി നന്നായിട്ട് ഇത് വെന്ത് ഉടഞ്ഞ് വരും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. കുക്കറിൽ പെട്ടെന്ന് എളുപ്പത്തിൽ വെക്കാൻ വേണ്ടി ഉള്ള ഒരു ഇതിലാണ് ഞാൻ ഈ കുക്കറിൻ്റെ അതിങ്ങനെ അരിഞ്ഞിട്ട് വെക്കുന്നത് കേട്ടോ. പക്ഷേ നല്ലൊരു ടേസ്റ്റാണ്. നന്നായിട്ടിത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ വേകാതെ കിടക്കത്തില്ല. നല്ല രീതിയിൽ വെന്തലിഞ്ഞ് ഈ സബോളയും തക്കാളിയൊക്കെ ഇരുന്നുകൊണ്ട് നല്ല ടേസ്റ്റാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.